ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഈസി റെസിപ്പി ആയിട്ടാണ്. ഒരു മിൽക്ക് പുഡിംഗ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെപ്പോഴും പാലും മുട്ടയൊക്കെ ഉണ്ടാവും. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഈ പുഡിംഗ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണെങ്കിൽ ആവിയിലാണ് ഉണ്ടാക്കുന്നത്. ആവി കയറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രം പോലെയുള്ള ഒരു പാത്രത്തിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു കപ്പ് നമ്മുടെ വീട്ടിലുള്ള എന്ത് പാത്രമാണോ ഉള്ളത് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 300 ml ഉള്ള ഒരു കുറച്ച് പാല് ഞാൻ ആദ്യം ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. 300 ml എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം ഒരു 1.25 കപ്പോളം വരും കേട്ടോ. ഈ പാലിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വേണം എന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക. നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്താലാണ് ആ പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലതുപോലെ അലിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ ഇതാ പാലൊക്കെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പാൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വെക്കണം. കാരണം നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മിക്സിയിലാണ് ഈ പാലും മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാ നല്ലതുപോലെ തിളച്ച് വന്നു. ഇതൊന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു മുട്ട ആണ് ഞാൻ മിക്സിക്കകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ടയുടെ മണം ഒത്തിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് 1 or 2 ഒക്കെ ആയിട്ട് ചുരുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒത്തിരി മണം വരുന്നില്ല, കാരണം നമ്മൾ ഇതിനകത്ത് വാനില എസൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് വലിയ മണം വരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് 2 ആക്കി കുറയ്ക്കാം. അപ്പോൾ അത് 3 മുട്ട ആദ്യം തന്നെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തിളപ്പിച്ച് കാറ്റി വെച്ചിരിക്കുന്ന പാല് അതും കൂടെ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വാനില എസൻസ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഏലക്കാര കുരു ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാരയുടെ ഒരു എന്താ പറയുക, നമുക്കൊന്ന് ഒരു കാരമലൈസ് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം 5 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാര ഞാനൊരു പാത്രത്തിനകത്തോട്ട് ചൂടായി വരുമ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് ഞാൻ 4 ടേബിൾ സ്പൂണോളമുള്ള സാദാ പച്ചവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ബട്ടർ സ്കോച്ചിനൊക്കെ നമ്മൾ കാരമലൈസ്ഡ് ആകുമ്പോൾ, ഈ പഞ്ചസാര കാരമലൈസ്ഡ് ആകുമ്പോൾ ഒരു നിറമൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു നിറം നമ്മുടെ പുഡിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ഒന്ന് നമ്മൾ അലിയിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതാ ഇതിനകത്ത് നല്ലതുപോലെ ഇതിൻ്റെ നിറം മാറുന്നത് വരെ ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കിതുപോലെ നല്ലതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ വരും. ഇതിങ്ങനെ നല്ലതുപോലെ തിളച്ചൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട, അത് സമയമെടുക്കും, ഇച്ചിരി സമയമെടുക്കും. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് തീ കൂട്ടി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ നിറം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയുടെ നിറമൊക്കെ നിങ്ങൾ നോക്കിക്കേ, പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡിഷ് കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു വരുന്ന ആ ഒരു ബബിൾസിനൊക്കെ ആ ഒരു ഷെയ്ഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ ഒരു ഡാർക്ക് ആവും. നമുക്ക് ഡാർക്ക് ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഏകദേശം ഡാർക്കൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഇനി ഉടനെ തന്നെ ഇത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് കപ്പിലാണ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു കപ്പ് എടുക്കാം. ഞാനിവിടെ ചായ കുടിക്കുന്ന ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഷേപ്പ് കാണാൻ ഇച്ചിരി ഭംഗിയുണ്ട്, നല്ല ഉരുണ്ടിട്ടാണ്, അതുപോലെ ഇച്ചിരി കുഞ്ഞിതാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാരയുടെ ആ ഒരു കാരമലൈസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ കാരമൽ നമുക്കിതുപോലെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കാരമലിൻ്റെ കളറ് ഇങ്ങനെയാണ് ആവുക കേട്ടോ. ആ പഞ്ചസാര ഉരുകി ഈ ഒരു കളറിലോട്ട് വരും, ഷേപ്പല്ല കളറിലോട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഈ കാരമലെല്ലാം നമ്മുടെ ഈ ഒരു ഏത് സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് പാത്രത്തിലാണോ അതിനകത്ത് നമ്മൾ ഒന്ന് വെച്ച ഉടനെ തന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്,
നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ മിക്സിയിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് 2 പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ കാണിച്ച പോലെ കപ്പിലും, പിന്നെ ഇതുപോലത്തെ ഒരു നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു പാത്രമാണ്, അതുപോലത്തെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു ഡിഫറൻസ് കാണിക്കാനായിട്ട്, അതായത് ഉരുണ്ട് വരുന്നതും നീളെ വരുന്നതും ഒന്ന് കാണിക്കാനാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ കാരമലൊക്കെ എല്ലാം നമ്മുടെ എടുക്കാൻ പോകുന്ന പാത്രത്തിലൊക്കെ ഞാൻ ബേസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയിൽ അടിച്ച ആ ഒരു മിക്സ്ചർ നമ്മളെല്ലാ പാത്രങ്ങളിലും നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിറച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു 3/4 ഭാഗത്തോളം നിറച്ചാൽ മതിയാവും കേട്ടോ. ഇത് വീർത്ത് വരുമൊന്നുമില്ല, കാരണം ഇതിനകത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. എങ്കിൽ പോലും അത് ഒത്തിരി അങ്ങ് തുളുമ്പി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 3/4 ഭാഗത്തോളം നമുക്കിതൊന്ന് നിറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആവിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിന് ആവി വരുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഇതേപോലെ തന്നെ ചെറുതായിട്ട് ആ ഒരു കാരമൽ ഒഴിച്ച് അതിൻ്റെ മേലെ ഈ പറഞ്ഞ കൂട്ടൊക്കെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞ് ഇതായോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്കറോ ഒരു സ്പൂണോ നൈഫോ ഫോർക്കോ എന്താണെങ്കിലും ഇതുപോലെ ഒരു പോയിൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ച് നമുക്കൊന്ന് കുത്തി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് വരുവാണ്. അതിലകത്ത് ആ ഒരു നമ്മൾ കുത്താൻ ഉപയോഗിച്ച ആ ഒരു സംഭവത്തിനകത്ത് പ്രത്യേകിച്ചൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആയി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിനകത്തോട്ട്, നമ്മൾ ഏത് പ്ലേറ്റിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത് ആ പ്ലേറ്റിനകത്തോട്ട് ഇതുപോലെ ഒന്ന് കമത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് കമത്തി ഇതുപോലെ കമത്തി ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡിയാണ്. കണ്ടോ, നല്ല സൂപ്പർ, നല്ല ഫ്ലഫി, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു കാരമലൈസ്ഡ്, നമ്മൾ കാരമൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു എന്താ പറയുക ഗോൾഡിഷ് കളറ് ആ ഒരു അതിൻ്റെ ബേസിൽ വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്പൂൺ വെച്ചിട്ട് എടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും വരുന്ന ഇത് നമ്മുടെ വായിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കടിക്കാനൊന്നും കിട്ടുന്നില്ല, അത്രയും പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ടിന്നിനകത്ത് ഈ ഒരു കൊച്ചു ടിന്നിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ നമുക്കിതൊന്ന് കമത്തി ഞാനതൊന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത്. ഒരു മിൽക്ക് പുഡിംഗ് ആണിത്, നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റും, ഒരിക്കലും ഫെയിലായി പോകത്തൊന്നുമില്ല. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് നമുക്ക് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വെനില എസൻസ് മാത്രമാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടാത്തതുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ വെനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഞാൻ പറഞ്ഞ പോലെ ഏലക്ക പൊടിച്ചത് ചേർക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റം വരുത്താം. പിന്നെ മുട്ടയുടെ ഞാൻ പറഞ്ഞ പോലെ മുട്ടയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിംഗ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.